സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ നാം നമ്മുടെ മാതാപിതാക്കളെക്കാളേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രമാണ് അല്പാൽപമായി നമ്മൾ മനസ്സിലാക്കി വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്വായിഫിലേക്കുള്ള പലായനത്തെ സംബന്ധിച്ചായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രബോധന രംഗത്ത് ഭൗതികമായ സഹായവും പിന്തുണയും നൽകിയിരുന്ന പ്രധാനപ്പെട്ട രണ്ട് ആളുകളുടെ വിയോഗം, അവരുടെ മരണം നടന്ന ശേഷമാണ് ത്വായിഫിലേക്ക് പലായനം ചെയ്തിട്ടുള്ളത്. ത്വായിഫ് തിരഞ്ഞെടുക്കുവാനുള്ള കാരണവും ത്വായിഫിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള ബന്ധവും അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയതാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ത്വായിഫിൽ കുടുംബക്കാരുണ്ട്. ആ കുടുംബക്കാർ തനിക്ക് സംരക്ഷണവും പിന്തുണയും നൽകും എന്ന വിശ്വാസം കൊണ്ടാണ് മറ്റെവിടേക്കും പലായനം ചെയ്യാതെ ത്വായിഫ് തന്നെ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം. ത്വായിഫുകാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുകൂലിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുണക്കുവാൻ അവർ തയ്യാറല്ല എന്നൊരു സ്ഥിതി വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൂടുതൽ കരുത്തു പകരാൻ, പ്രബോധന വീതിയിൽ ഉറച്ചു നിൽക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അപാരമായ ചില ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുവാനായി ഭൂമിയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിയെ 7 ആകാശത്തേക്കും അതിനപ്പുറം അല്ലാഹു ഉദ്ദേശിച്ചിടത്തേക്കും കൊണ്ടുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസം ഉണ്ടാക്കി കൊടുത്തു. ഇസ്രാ മിഅ്റാജ്, രാപ്രയാണവും ആകാശാരോഹണവും, ഇതിന് രണ്ടിന്റെയും ഉദ്ദേശ ലക്ഷ്യമായി പണ്ഡിതന്മാർ പ്രധാനമായും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ആശ്വാസം നൽകുക എന്നതാണ്. കാരണം ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു മേഖലയാണ് ദഅവത്ത്. ആ ദഅവത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ, അത് ഭംഗിയായി നിർവഹിക്കണമെങ്കിൽ തുല്യതയില്ലാത്ത ദൃഢവിശ്വാസം വേണം. നല്ല ദൃഢവിശ്വാസമുള്ള ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. എന്തെങ്കിലും ഒരു പ്രതിസന്ധിയോ പ്രയാസങ്ങളോ നേരിടുമ്പോൾ തന്റെ ലക്ഷ്യ നിർവഹണത്തിന് മുമ്പിൽ
തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്തിരിയാതെ പ്രതിസന്ധികളെ തരണം ചെയ്ത് ഒഴുക്കിനെതിരെ നീന്താനുള്ള കരുത്ത് ലഭിക്കണമെങ്കിൽ നല്ല യഖീന് വേണം. ആ യഖീൻ ലഭ്യമാകാൻ കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല ഏഴാം ആകാശത്തേക്കും അതിനപ്പുറത്തേക്കും കൊണ്ടുപോയി സ്വർഗവും നരകവും ഒക്കെ കാണിച്ചു കൊടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് നടത്തിയിരുന്നത് പോലെ ദഅവത്ത് നടത്തിയ മുൻകാല പ്രവാചകന്മാരിൽ പലരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഒരുപാട് പ്രവാചകന്മാരെ കാണിച്ചു കൊടുത്തു. അതിലൂടെയൊക്കെ കിട്ടുന്നൊരാശ്വാസം, ഈ പ്രബോധന വീതിയിൽ എനിക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രബോധനം ചെയ്ത് ഈ രംഗത്ത് അനുഭവമുള്ള ആളുകളെ നേരിട്ട് കാണുമ്പോഴുണ്ടാകുന്ന ആശ്വാസം ചെറുതാവില്ല. കാരണം ഈ ആളുകളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ മേഖലയിൽ ഒറ്റപ്പെട്ട ആളല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നുകൂടെ ബോധ്യപ്പെടുകയും അത് കരുത്തോടുകൂടെ മുന്നോട്ടു പോകുവാനുള്ള ഊർജം പകരുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു പാഠമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഏതുപോലെ മൂസാ നബി അലൈഹിസ്സലാമിന് നുബുവത്ത് ലഭിച്ചു. എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല ദഅവത്ത് ആരംഭിക്കാൻ പറയുന്നത് ഫിർഔന്റെ ദർബാറിൽ നിന്നാണ്. ഫിർഔൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ലോകം കണ്ട സ്വേച്ഛാധിപതികളുടെ അഹങ്കാരികളുടെ റാങ്ക് നിശ്ചയിക്കുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് റാങ്കിൽ വരുന്ന ആളാണ് ഫിർഔൻ. അത്ര വലിയ ധിക്കാരിയും അഹങ്കാരിയുമായിരുന്നു ഫിർഔൻ. ആ ഫിർഔന്റെ അടുത്തേക്ക് പോകണമെങ്കിൽ നല്ല ദൃഢവിശ്വാസം വേണം, നല്ല മനക്കരുത്ത് വേണം. അതുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ആദ്യമേ കാണിച്ചു കൊടുത്തു. അതിലൊന്നാണ് വടി നിലത്തിട്ടാൽ അത് പാമ്പാകുക, തന്റെ കൈ അതിന് പ്രകാശമുണ്ടാക്കുക തുടങ്ങിയ ദൃഷ്ടാന്തങ്ങൾ. അത് സൂറത്ത് ത്വാഹയിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇസ്റാ മിഅ്റാജിനെ കുറിച്ചുള്ള സംസാരവേളയിൽ, അതിനെക്കുറിച്ചുള്ള ചർച്ചാവേളയിൽ ചരിത്രകാരന്മാർ മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല കാണിച്ചു കൊടുത്തിട്ടുള്ള ഈ അമാനുഷിക ദൃഷ്ടാന്തങ്ങളെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായ ഇസ്റാ മിഅ്റാജിനെയും താരതമ്യം ചെയ്യുന്നത് കാണാം. അത് രണ്ടിന്റെയും ഉദ്ദേശ്യം ഇതാണ്, അടിയുറച്ച യഖീൻ ഉണ്ടാകുക എന്നതാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കൂടിയാണ്, പ്രബോധനം എന്ന് പറയുന്നത് ഒട്ടും പ്രതിസന്ധികൾ തെല്ലും ഇല്ലാത്ത ഒരു മേഖലയല്ല. ഒട്ടേറെ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. നമ്മളൊന്നും ഒരുപക്ഷെ ഒരു വിധത്തിലുള്ള പ്രയാസങ്ങളും നേരിട്ടിട്ടുണ്ടാവില്ല. പ്രതിസന്ധികൾ നേരിടുമ്പോഴാണ് നമ്മുടെ വിശ്വാസങ്ങൾ പരീക്ഷിക്കപ്പെടുക. യഥാർത്ഥ വിശ്വാസം തന്നെയാണോ അതോ ഇങ്ങനെ ഒഴുക്കിനനുസരിച്ച് പോകുകയാണോ? പ്രതിസന്ധികളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസത്തെ അതിന് മാറ്റുകൂട്ടുന്നത് എന്ന് പറയുന്നത്. അത് ഈ പ്രതിസന്ധിയുടെയും ഫിത്നയുടെയുമായി അതിനെ ഉരസി നോക്കുന്നതിൽ നിന്നാണ് യഥാർത്ഥ വിശ്വാസമാണോ, കാപ്പട്യത്തിന്റെ നിറം ചാർന്നിട്ടുണ്ടോ, നിറം അതിനോട് ചേർന്നിട്ടുണ്ടോ, കലർന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇതുപോലുള്ള ചരിത്രത്തിൽ കൃത്യമായി അറിയാം. ഇസ്രാഖിനെ കുറിച്ച് അല്ലാഹു തആല പറയുന്നിടത്ത് സൂറ അൽ ഇസ്രായിൽ 1-ാമത്തെ ആയത്ത് തന്നെയാണ് ഇസ്രായിനെ കുറിച്ച് പറയുന്നത്.
17-ാമത്തെ അധ്യായം സൂറ അൽ ഇസ്രായിന്റെ 1-ാമത്തെ വചനമാണ് ഇസ്രായിനെ കുറിച്ച് പറയുന്നത്. മിഅ്റാജിനെ കുറിച്ച് പറയുന്നത് സൂറത്തുൻ നജ്മിലാണ്. രണ്ടിടത്തും അല്ലാഹു തആല പറയുന്ന ഒരു കാര്യം ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ എന്നാണ്. ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് യഖീൻ ഉണ്ടാകാനാണ് എന്നതാണ് അതിന്റെ ക്രമമായി പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യം. ഇസ്രാഗ് ഉണ്ടാകുന്നത് രാത്രി ഒരു രാത്രി മുഴുവനായിട്ടല്ല, ഒരു രാത്രിയിലെ വളരെ പരിമിതമായ ഒരു സമയത്തിനുള്ളിലാണ് ഇസ്രാ മിഅ്റാജ് ഒക്കെ ഉണ്ടാകുന്നത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദി, തന്റെ അടിമയെ രാപ്രയാണം ചെയ്യിപ്പിച്ചവൻ എത്ര പരിശുദ്ധൻ. ലൈലൻ എന്ന് പറഞ്ഞാൽ ഒരു രാത്രി മുഴുവൻ എന്നല്ല ഇവിടെ അർത്ഥം, രാത്രിയിലെ അല്പസമയത്തിനുള്ളിൽ എന്നാണ്. രാത്രി ഒരു അല്പസമയത്തിനുള്ളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് അങ്ങോട്ട് അല്ലാഹു തആല ഉദ്ദേശിച്ചിടം വരെ കൊണ്ടുപോയി ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും പ്രവേശമില്ലാത്ത ഇടം വരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല കൊണ്ടുപോയി രാത്രിയിലെ ഒരു അല്പസമയത്തിനുള്ളിൽ. അതെല്ലാം കഴിഞ്ഞ് റസൂലുള്ളാഹ് നേരം പുലരുന്നതിന് മുമ്പ് വളരെ പരിമിതമായ തുച്ഛമായ സമയത്തിനുള്ളിൽ മക്കയിൽ തന്നെ തിരിച്ചെത്തുകയും ചെയ്തിട്ടുണ്ട്. അതാണ് അതിലെ ദൃഷ്ടാന്തം. ഇത് മനസ്സും ശരീരവും ഒന്നിച്ചു ചേർന്നിട്ടുള്ളൊരു യാത്രയാണ്. കേവല സ്വപ്നം എന്നൊക്കെയാണ് ആളുകൾ പറയാറുള്ളത്. സ്വപ്നമൊന്നുമല്ല, ഇത് യാഥാർത്ഥ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഖിനെ കുറിച്ച് പരാമർശിക്കുന്ന ആയത്തിന്റെ ആദ്യ വചനം തന്നെ സുബ്ഹാനല്ലാഹ് എന്നാണ്. സുബ്ഹാനല്ലദീ, രാപ്രയാണം ചെയ്യിച്ചവൻ എത്ര പരിശുദ്ധൻ എന്ന് പറഞ്ഞത് അത്ഭുതം പ്രകടിപ്പിക്കാം. നമ്മൾ സാധാരണ അത്ഭുതമൊക്കെ ഉണ്ടാകുമ്പോ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നുണ്ട്. ആ സുബ്ഹാനല്ലാഹ് ഈ സുബ്ഹാനല്ലാഹ് അത്ഭുതം പ്രകടിപ്പിക്കാനുള്ളതാണ്. കേവലം ഒരു സ്വപ്നമായിരുന്നുവെങ്കിൽ മക്കയിലെ മുശ്രിക്കുകൾക്ക് അതിലൊരു പ്രശ്നമുണ്ടാക്കേണ്ട കാര്യമില്ല. നബി വന്നിട്ട് പറയാം, ഞാൻ കഴിഞ്ഞ രാത്രി ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ ആരും അതൊരു പ്രശ്നമാക്കൂല. അങ്ങനെ മുഹമ്മദ് ഞങ്ങളതൊക്കെ എന്തൊക്കെ സ്വപ്നം കാണുന്നുണ്ടെന്നേ പറയുള്ളൂ. മാത്രല്ല അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുകയും മുസ്ലിങ്ങളായിരുന്ന ചില ആളുകൾ ഇത് വിശ്വസിക്കാൻ പറ്റാതെ മുർത്തത്തായി പോകുക വരെ ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ ഈമാൻ ഉറച്ചിട്ടില്ല എന്നർത്ഥം. ഇതൊരു സ്വപ്നമാണെങ്കിൽ അതിനൊന്നും ആവശ്യമില്ലല്ലോ. അപ്പൊ അത് സ്വപ്നമെന്നുമല്ല, യാഥാർത്ഥ്യം തന്നെയാണ്. ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും നടന്നിട്ടുള്ള യാത്ര തന്നെയാണ്. അതാണ് പുറണത് അത്ഭുതമാകുന്നത്. ഖുർആൻ ഉപയോഗിച്ച വാക്ക് തന്നെ ബി അബ്ദിഹി എന്നാണ്, തന്റെ അടിമയെ എന്നാണ്. ബി റൂഹിഹി എന്നല്ല, അല്ലെങ്കിൽ ബി മനാമിഹി എന്നല്ല, സ്വപ്നത്തിൽ അല്ലെങ്കിൽ നബിയുടെ ആത്മാവിനെ കൊണ്ടുപോയെന്നുമല്ല. അബ്ദ് എന്ന വാക്ക്, അടിമ എന്ന വാക്ക് പ്രയോഗിക്കുന്നത് നമ്മുടെ ആത്മാവും ശരീരവും കൂടിച്ചേർന്ന ഈ കാര്യത്തിനാണ് അബ്ദ് എന്ന് പറയുന്നത്. അപ്പൊ ആ പദത്തുനിന്ന് തന്നെ അത് ശാരീരികവും ആത്മീയവും കൂടി ചേർന്നതാണ്, രണ്ടും കൂടെയാണ്. അല്ലാതെ വെറും ആത്മീയമായിരുന്നില്ല എന്ന് കൃത്യമായും അതിൽ നിന്നും ബോധ്യപ്പെടുന്ന കാര്യമാണ്. അപ്പൊ ഇതൊരു അപാരമായ ദൃഷ്ടാന്തമാണ്. അതില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ യാത്രയിൽ ബുറാഖ് എന്ന് പറയുന്ന ഒരു വാഹന മൃഗം, ആ വാഹന അതിന്റെ പുറത്തേറിയിട്ടാണ് മസ്ജിദുൽ ഹറാമിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈത്തുൽ മുഖദ്ദസിലേക്ക് രാപ്രയാണം നടത്തുന്നത്. ബുറാഖ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം വാഹന മൃഗമാണ്. അതിന്റെ വേഗതയെ കുറിച്ച് പറയുന്നത് കണ്ണെത്താവുന്നിടത്ത് അതിന്റെ കാലെത്തുമെന്നാണ്. അവിടെ നോക്കുമ്പോഴേക്കും അവിടെ കണ്ണെത്താവുന്ന ദൂരത്തേക്ക് അതിന്റെ കാലോട് അവിടെ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഹൈ സ്പീഡ് എന്ന് പറഞ്ഞാൽ മതിയാവില്ല, വേറെ വാക്കില്ലാത്തതുകൊണ്ട് പറയാം. അപ്പൊ അത്രയും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനപ്പുറത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര പോയിട്ടുള്ളത്. ഈ ബുറാഖ് എന്ന് പറയുന്ന ഈ വാഹന മൃഗത്തിൻ കേറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര പോയതിന്റെ അതിനെ പിടിച്ചിട്ട് ചില ആളുകള്
നമ്മൾക്ക് അത്യന്താധുനിക സൗകര്യമുള്ള വാഹനങ്ങളൊക്കെ ഉപയോഗിക്കാം എന്ന് പറയാറുണ്ട്. വാഹനങ്ങൾ നമ്മൾ സാമ്പത്തിക ശേഷി അനുസരിച്ച് ഉപയോഗിക്കാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഒരു ധൂർത്താകുന്ന രീതിയിലേക്ക് പോകുന്നതിനെ പോലും ന്യായീകരിക്കാൻ റസൂലുള്ള ബുറാക്കുമ്പോ പോയിട്ടില്ലേ എന്നുണ്ടെങ്കിൽ ന്യായീകരിക്കാറുണ്ട്. ആ ന്യായീകരണം ശരിയല്ല. ഓരോരുത്തരുടെയും കഴിവിനും പ്രാപ്തിക്കും അനുസരിച്ച് വീടും വാഹനമൊന്നും ഉപയോഗിക്കുന്നതിനും നിർമ്മിക്കുന്നതിനൊന്നും ഇസ്ലാം എതിരല്ല. പക്ഷെ അതൊരു ധൂർത്തിന്റെ തലത്തിലേക്ക് പോകരുത് എന്ന് മാത്രം. ഏതായിരുന്നാലും ഈ വാഹനത്തിന്റെ പ്രത്യേകത അതാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈത്തുൽ മുഖദ്ദസിൽ എത്തുന്നു. അവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ പാലും കള്ളും വെച്ചു കൊടുത്തു എന്നാണ്. പാലും കള്ളും വെച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പാല് തെരഞ്ഞെടുത്തു. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അലൽ ഫിത്ര, ഇതാണ് ശുദ്ധ പ്രകൃതം, ഏറ്റവും നല്ലതാണ് റസൂൽ തെരഞ്ഞെടുക്കുക. അപ്പൊ പാല് മനുഷ്യ പ്രകൃതത്തോട് യോജിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ കള്ളോ അത് മനുഷ്യ പ്രകൃതത്തിന് എതിരാണെന്ന് ഇതുകൊണ്ട് കിട്ടും. ഒന്ന് രണ്ട് സന്ദർഭങ്ങളിൽ ഇങ്ങനെ പാലും ഈ കള്ളും വെച്ചു കൊടുത്ത സംഭവങ്ങൾ കാണാം. അപ്പൊ അതിലൂടെ ഇത് പ്രകൃതിയോട് യോജിക്കുന്ന മതമാണ് എന്ന് പഠിപ്പിക്കൽ കൂടിയാണ് അതിന്റെ ഉദ്ദേശ്യം എന്ന് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈത്തുൽ മുഖദ്ദസിൽ അവിടെ തന്റെ വാഹനമൃഗത്തെ കെട്ടിയിടുകയും അവിടെ നമസ്കരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. തിരിച്ചു പോരുമ്പോഴും നബി സല്ലല്ലാഹു മിഅ്റാജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും അവിടെ നമസ്കരിച്ചതായി കാണാം. ഈ പ്രവാചകന്മാർക്ക് ഇമാമ നിന്ന് നമസ്കരിച്ച സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സംഭവം മിഅ്റാജ് ഞാൻ പറയാം. ഈ ഇസ്രാവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യങ്ങൾ വന്ന് ജനങ്ങളോട് പറഞ്ഞപ്പോ അവർ അത് നിഷേധിച്ചു. അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, അവർ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, ഞങ്ങളുടെ ഒരു കച്ചവട സംഘം അങ്ങ് ഫിലിസ്തീനിലേക്ക് പോയിട്ടുണ്ട്, അവരുടെ അവസ്ഥ എന്താണ് ചോദിച്ചു നബിയോട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി വഹീന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ കച്ചവട സംഘം ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, അത് ഏറെക്കുറെ ഇന്ന ദിവസം മക്കയിൽ എത്തും, ആ വാഹന മൃഗങ്ങളിൽ നിന്ന് ഒരു ഒട്ടകം വഴിതെറ്റിപ്പോയിട്ടുണ്ട്, ആ വഴിതെറ്റിപ്പോയ ഒട്ടകത്തിന്റെ നിറം ഇന്നതാണ് എന്നതടക്കം നബി കൃത്യമായി വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെ അവർക്ക് സംഗതികൾ ബോധ്യപ്പെട്ടു, ഇത് പറയുന്നത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടു. പക്ഷേ സത്യം ബോധ്യപ്പെട്ടിട്ടും അത് വിശ്വസിക്കുവാൻ അവരുടെ ഗർവ് അവരെ സമ്മതിച്ചില്ല. അവർ പറഞ്ഞത് വല്ലാതെ സീറായി പോയി എന്ന്. ഹലാക്കിന്റെ സീറാണ് പറഞ്ഞത്. അങ്ങനെയാണ്. ഇപ്പൊ ചന്ദ്രൻ പിളർത്തി കാണിച്ചു തന്നാൽ വിശ്വസിക്കുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു അമാനുഷികമായ ദൃഷ്ടാന്തമാണ് ചന്ദ്രനെ പിളർത്തിയത്. ചന്ദ്രനെ പിളർത്തി കാണിച്ചു തന്നാൽ ഞങ്ങൾ വിശ്വസിക്കാന്നാണ്. പകതുണ്ടായി. അസൂവൽ ഖമർ എന്നാണ് സൂറത്ത് ഖമറിലുണ്ടത്, ചന്ദ്രൻ പിളർന്നത്. അങ്ങനെ ചന്ദ്രൻ പിളർന്ന് കാണിച്ചു കൊടുത്തപ്പോഴും ഇതേപോലെ പറഞ്ഞു, ഇത് വല്ലാതെ സിഹറാണ്, ഇതൊക്കെ സിഹറാണ് പറഞ്ഞിട്ട് അതിനെ തള്ളിക്കളഞ്ഞു, ഇത് മായാജാലമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. അതേപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. ഇനി മിഅ്റാജിലെ ഇസ്രാവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടെ വഴിയെ പറയാം. മിഅ്റാജിലാണ് കുറെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് നബിമാരെ ഈ മിഅ്റാജിന്റെ രാവിൽ കണ്ടിട്ടുണ്ട്. ഒന്നാം ആകാശത്ത് വെച്ച് ആദൻ നബിയെ കാണുന്നു. ആദൻ നബിനെ അല്ലാഹു തആല കാണിച്ചു കൊടുക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ എന്തെല്ലാം തരത്തിലുള്ള പീഡനങ്ങളും പ്രയാസങ്ങളുമാണ് സഹിച്ചിട്ടുള്ളത്. ആ പീഡനങ്ങളൊക്കെ സഹിച്ച നബി അവസാനം ഈ മിഅ്റാജിന്റെ രാത്രിയിൽ റസൂൽ ആദൻ നബിനെ കാണിച്ചു കൊടുക്കുമ്പോ ഉണ്ടാകുന്ന സന്തോഷം വളർന്ന് തിട്ടപ്പെടുത്താൻ കഴിയില്ല. അതുപോലെ രണ്ടാം ആകാശത്ത് വെച്ച് യഹ്യാ നബിയെയും ഈസാ നബിയെയും അല്ലാഹു തആല കാണിച്ചു കൊടുത്തു. മൂന്നാം ആകാശത്ത് വെച്ച് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണിച്ചു കൊടുത്തു.
4-ാം ആകാശത്ത് വെച്ച് ഇദ്രീസ് അലൈഹിസ്സലാം എന്ന് പറയുന്ന പ്രവാചകനെ, 5-ാം ആകാശത്ത് ഹാറൂൺ അലൈഹിസ്സലാം, 6-ാം ആകാശത്ത് മൂസാ നബി അലൈഹിസ്സലാം, 7-ാം ആകാശത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം. ഇത്രയും പ്രവാചകന്മാരെ മിഅ്റാജിന്റെ രാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടുണ്ട്. ചില റിവായത്തുകളിൽ 1-ാം ആകാശവും 2-ാം ആകാശത്ത് കണ്ട പ്രവാചകന്മാരെ പേരിൽ വ്യത്യാസമുണ്ടാവും ചില റിവായത്തുകളിൽ. പക്ഷേ ഈ നബിമാരെയൊക്കെ അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഇടം വരെ ഒരാൾക്കും എത്തിപ്പെടാൻ കഴിയില്ല. നമ്മൾ 1-ാം ആകാശത്തെ കുറിച്ച് തന്നെയുള്ള പഠനം പൂർത്തിയായിട്ടില്ല. 1-ാം ആകാശം തന്നെ എന്താണെന്നുള്ളത് പൂർത്തിയാക്കി പൂർണ്ണമായി പറയാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. അവിടെയാണ് റസൂലുള്ള 7 അതിനപ്പുറമുള്ള ഇടങ്ങളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുകയും ഈ പ്രവാചകന്മാരെ നേരിട്ട് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടെ എല്ലാ പ്രവാചകന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലുമായി ഇങ്ങനെ പോകുമ്പോ 1-ാം ആകാശത്ത് ചെല്ലും. ആകാശങ്ങൾക്ക് കവാടങ്ങളുണ്ട്. ആ കവാടങ്ങളിൽ അരികിൽ ചെല്ലുമ്പോ അവിടെ നിന്ന് ചോദിക്കും, ആരാണ് എന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറയും, ജിബ്രീലാണ്, എന്റെ കൂടെ മുഹമ്മദുമുണ്ട് എന്ന് പറയും. അപ്പൊ ഇതിൽ നിന്ന് പണ്ഡിതന്മാർ ഒരു കർമ്മശാസ്ത്ര മസല പിടിച്ചെടുക്കാറുണ്ട്. നമ്മൾ ഒരു വീട്ടിൽ ചെന്നാൽ അല്ലെങ്കിൽ ഫോൺ വിളിക്കുമ്പോ ആരാണ് എന്ന് ചോദിച്ചാൽ ഞാനാണെന്ന് അറിയും ചില ആൾക്കാർ. അങ്ങനെ പറയുന്നത് അപമര്യാദയാണ്. ഞാൻ നല്ല പറയണം, നമുക്കൊരു പേരുണ്ടല്ലോ, ആ പേര് പറയണം. ഇവിടെ 1-ാം ആകാശം ചെന്നപ്പോഴും അതുപോലെ 7 ആകാശങ്ങൾ ചെല്ലുമ്പോഴും ജിബ്രീൽ ചോദിക്കുന്ന ആരാണ്, ജിബ്രീലാണെന്ന് പറയും. ഞാനാണെന്നല്ല ജിബ്രീലാണ്, ജിബ്രീലാണെന്ന് പറയുന്നത്, പേരാ പറയുന്നത്. കൂടെ ആരാണ്? കൂടെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് പറയും. അപ്പൊ ആരാണെന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായി നമ്മുടെ അഡ്രസ് പറയണം എന്നതാണ് അതിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്യുന്ന ഒരു കാര്യം. 7-ാം ആകാശത്താണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കാണുന്നത്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകന് സ്വാഗതം, മർഹബം ബിൽ ഇബ്നുൽ കരീം, എന്റെ മകന് സ്വാഗതം എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഈ കണ്ട പ്രവാചകന്മാരെ ഒക്കെ കാണുക വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ ഒരു ആശ്വാസം, വലിയൊരു തസ്ലിയത്ത് അതുവഴി കിട്ടുന്നു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടത് ബൈത്തുൽ മഅമൂറാണ്. ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്നത് ദുനിയാവിൽ കഅബക്കുള്ള അതേ സ്ഥാനമാണ് അദൃശ്യലോകത്ത് ബൈത്തുൽ മഅമൂറിനുള്ളത്. ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്നത് കഅബക്ക് നമ്മുടെ ദുനിയാവിലുള്ള സ്ഥാനം പോലെ ഒരു സ്ഥാനമുള്ള ഒരു വിശുദ്ധമായ ഒരു ഗേഹമാണ് ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകതയായി ഹദീസുകളിലൊക്കെ വന്നിട്ടുള്ളത്, ഓരോ ദിവസവും അതിൽ 70,000 മലക്കുകൾ പ്രവേശിക്കും. ഒരിക്കൽ മാത്രമേ പ്രവേശമുള്ളൂ. ഒന്ന് പ്രവേശിച്ചാൽ കയറി ഇറങ്ങിയാൽ പിന്നെ രണ്ടാമതൊരു ചാൻസിൽ ആകെ ഒരു ചാൻസേ ഉള്ളൂ. അപ്പൊ ഒരു ദിവസം 70,000, അടുത്ത ദിവസം വേറെ 70,000, ഓരോ ദിവസവും പുതിയ 70,000 മലക്കുകൾ അതിൽ കയറി ഇറങ്ങുന്നുണ്ട്. അപ്പൊ മലക്കുകളുടെ എണ്ണം എത്രയായിരിക്കും? നമുക്ക് എണ്ണം പറയാൻ കഴിയില്ല. ഈ മലക്കുകളൊക്കെ, കൂട്ടത്തിൽ ഒരു കാര്യം പറയാം, ഈ മലക്കുകളൊക്കെ അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്ന, അത്രയും ഇസ്തിഗ്ഫാർ 1 മണിക്കൂർ നമുക്ക് ഇവിടെ ഇരുന്ന് അത്രയും സമയത്ത് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മളൊരു പുരുഷായുസ് മുഴുവനും ഇരുന്ന് ഒരു പണിക്കും പോകാതെ നമ്മൾ വെറുതെ ഇരുന്ന് ഇസ്തിഗ്ഫാർ ചെല്ലിയാൽ പോലും അത്ര ഇസ്തിഗ്ഫാർ നമുക്ക് ചെല്ലാൻ കഴിയില്ല. ഒരു 80 വർഷം നമ്മൾ ജീവിച്ചു വിചാരിക്കുക. 80 വർഷം നമ്മൾ ജനിച്ച അന്ന് മുതൽ മരിക്കുന്നത് വരെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാലും അത്ര ഇസ്തിഗ്ഫാർ ചെല്ലാൻ നമുക്ക് കഴിയില്ല. അതൊരു മണിക്കൂറിനുകൊണ്ട് കിട്ടും, അതിലേറെ കിട്ടും. അപ്പൊ ഈ മണിക്കൂർ എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ് എന്നർത്ഥം. ഈ ബൈത്തുൽ മഅമൂറും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടുണ്ട്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്
മിഅ്റാജിന്റെ രാത്രിയിൽ പ്രധാനമായി നടന്നൊരു സംഭവം അള്ളാഹുമായി സംസാരിക്കാൻ സാധിച്ചു എന്നതാണ്. അള്ളാഹുമായി നേർക്കുനേരെ സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു മലക്കിന്റെ മധ്യസ്ഥതയിലല്ലാതെ, ഇടയാളനായി മലക്കൊന്നുമില്ലാതെ നേർക്കുനേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിനോട് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അള്ളാഹിനെ കണ്ടിട്ടൊന്നുമില്ല. മിഅ്റാജിന്റെ രാവിൽ അള്ളാഹുവിനെ കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിലെ ആളുകൾ അങ്ങനെ പറയാറുണ്ട്, അള്ളാഹിനെ കണ്ടിട്ടുണ്ട്. അള്ളാഹുവിനെ കണ്ടിട്ടില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇത് സംബന്ധമായി പറഞ്ഞിട്ടുള്ളത്, ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കണ്ടു എന്ന് പറഞ്ഞാൽ ഫഖദ് ഇഫ്തറാ അലല്ലാഹി ഫിർയ, അവൻ അള്ളാഹുവിനെ സംബന്ധിച്ച് വലിയ ഒരു കളവാണ് പറഞ്ഞത്, കണ്ടിട്ടില്ല എന്നർത്ഥം. ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറഞ്ഞ കാര്യം അറിയുമെന്ന് പറഞ്ഞാൽ ഫഖദ് ഇഫ്തറാ അലല്ലാഹിൽ ഫിർയ, അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള പെരുന്നുണയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുത്ത വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു വചനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറച്ചു വെച്ചു എന്നാരെങ്കിലും പറഞ്ഞാൽ അതും പെരുന്നുണയാണ് എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ മിഅ്റാജിന്റെ രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഈ ഒരു പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാണ്. അപ്പൊ ഇത് പറയുമ്പോൾ ആളുകൾ എന്ത് പറയുന്ന അറിയോ? അത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലേ, നബി കണ്ടില്ലല്ലോ എന്നാണ്. നബി എന്നെ പറഞ്ഞ വേറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂദർറുൽ ഗിഫാരി എന്ന് പറയുന്ന സ്വഹാബി റസൂലുള്ളാഹിയോട് ചോദിക്കുന്നുണ്ട്, ഹൽ റഅയ്ത റബ്ബക്, അല്ലാഹുവിന്റെ ദൂതരെ നിങ്ങൾ അല്ലാഹുവിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അന്നാ അറാ നൂറുൻ അന്നാ അറാ, ശക്തമായ പ്രകാശം, എങ്ങനെ കാണാനാണ്? എങ്ങനെ കാണാനാണെന്ന് അതിന്റെ അർത്ഥം എന്താ? കണ്ടില്ല എന്നർത്ഥം. കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടു എന്നാണ് പറഞ്ഞാൽ മതിയല്ലോ. അതിശക്തമായ പ്രകാശം എങ്ങനെ കാണാനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനോട് പ്രതികരിച്ചിട്ടുള്ളത് എന്ന് കാണാൻ പറ്റും. മൂന്നാമതൊരു പ്രധാനമായും 16 പാഠങ്ങളാണ് മിഅ്റാജുമായി ബന്ധപ്പെട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. അതിൽ ഒന്നിപ്പോ അള്ളാഹുവിനെ കണ്ടോ ഇല്ലേ? അള്ളാഹുവിനെ കണ്ടിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഒരാൾ എത്ര തന്നെ ഉന്നതിയിലെത്തിയാലും അടിമ എന്ന് പറയുന്ന ഈ ഒരു വിശേഷണത്തിൽ നിന്ന് പുറത്തു കടക്കില്ല. അടിമ തന്നെയാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്താൻ കഴിയുന്ന ആ ഒരു സ്ഥാനത്തേക്ക് ഒരാൾക്കും എത്താൻ കഴിയില്ല. ജിബ്രീലിന് പോലും എത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു അമാനുഷികമായ കാര്യം, ദൃഷ്ടാന്തം പറയുന്നിടത്ത് അല്ലാഹു തആല നബിയെ വിശേഷിപ്പിക്കുന്നത് അബ്ദ് എന്നാണ്. അതിനർത്ഥം ഒരാൾ എത്ര ഉന്നതിയിലെത്തിയാലും അദ്ദേഹം അല്ലാഹുവിന്റെ അടിമ തന്നെയാണ്. ഒരു ദൈവീകതയും അയാൾക്ക്, ആ വ്യക്തിക്ക് ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ അതിപ്രധാനമായ ദൃഷ്ടാന്തങ്ങൾ പറയുന്നിടത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല വിശേഷിപ്പിക്കുന്നത് അടിമ എന്നാണ്. റസൂലുള്ളാഹിയുടെ ഏറ്റവും വലിയ ഒരു മുഅ്ജിസത്താണല്ലോ ഖുർആൻ. ആ ഖുർആനെ പറഞ്ഞിടത്ത് അല്ലാഹു തആല മുഹമ്മദ് നബി വിശേഷിപ്പിക്കുന്നത് അബ്ദ് എന്നാണ്. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നമ്മുടെ അടിമക്ക് നാം അവതരിപ്പിച്ചതിൽ നിങ്ങൾക്ക് വല്ല സന്ദേഹവും ഉണ്ടെങ്കിൽ ഇതിന് സമാനമായത് നിങ്ങൾ കൊണ്ടുവരൂ എന്നാണ്. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ റസൂലിനാ ഔ അലാ നബിയിനാ ഔ അലാ മുഹമ്മദിൻ, ഇതൊന്നുമല്ല പറഞ്ഞത്. നമ്മുടെ ദൂതന്, നമ്മുടെ പ്രവാചകന്, മുഹമ്മദിന് എന്നൊന്നും പറയാതെ അല്ലാഹു തആല അവിടെ തെരഞ്ഞെടുത്ത വാക്ക് അബ്ദ് എന്നാണ്, അടിമ എന്നാണ്. അതിലൂടെ നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം, ഒരാൾ എത്ര വലിയ ഉന്നതിയിലെത്തിയാലും അടിമ എന്ന് പറയുന്ന വിശേഷണത്തിൽ നിന്ന് പുറത്തു പോകില്ല.
ഞാൻ ആവർത്തിച്ച് പറയാൻ കാരണം, നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെപ്പടി വിദ്യകൾ കാണിച്ചാൽ അയാൾ പിന്നെ ദൈവമോ ദൈവികതയുള്ള ആളോ ആ ഒരു ദർജയിലേക്ക് ഉയരുന്ന ആളോ അയാൾ മുദബ്ബിറുൽ ആലമോ ഒക്കെയായി മാറുന്ന കാലമാണ്. എത്ര വലിയ ദർജയിലെത്തിയാലും ഈ ഒരു വൃത്തത്തിൽ നിന്ന് പുറത്തു പോകില്ല എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ദൃഷ്ടാന്തമാണ് ഇപ്പോൾ നമ്മൾ പറയുന്ന ഇസ്രാ മിഅ്റാജ്. അതിനെക്കുറിച്ച് പരാമർശിക്കുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചിട്ടുള്ള വാക്ക് അബ്ദ് എന്നാണ്. അതാണ് സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദി, തന്റെ അടിമയെ രാത്രിയിൽ സഞ്ചരിപ്പിച്ചവൻ എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു തആല വിഷയം തുടങ്ങുന്നത്. അവിടെയും അല്ലാഹു തആല അബ്ദ് എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, ഇസ്രാ മിഅ്റാജ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് വന്ന് പറഞ്ഞു. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധീരത പ്രകടമാണ് എന്നാണ്. അതാണ് മൂന്നാമത്തെ ഒരു പാഠമുള്ളത്. അഥവാ ഇതൊരു റസൂലുള്ള പോയി കണ്ടുവന്നു എന്നുള്ളൊരു സത്യമാണ്. ഈ സത്യം ഞാൻ ആളുകളോട് പറഞ്ഞാൽ ആളുകൾ ഏത് വിധമാണത് സ്വീകരിക്കുക? ആളുകൾ എന്നെ പരിഹസിക്കുമോ, എന്നെ ഒരു ഭ്രാന്തനായി കാണുമോ എന്നൊന്നും റസൂലുള്ള ആലോചിച്ചിട്ടില്ല. ഇതൊരു സത്യമാണ്. ആ സത്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് തുറന്നു പറഞ്ഞു. ജനങ്ങളെ ഭയപ്പെട്ടില്ല. സത്യം തുറന്നു പറയാൻ ഒരാളെയും ഭയപ്പെടേണ്ടതില്ല എന്ന പാഠമാണ് അതിൽ നിന്ന് ലഭ്യമാകുന്നത്. കാരണം നബിയുടെ കാലത്ത് അന്ന് ഫിലസ്തീനിൽ പോയി വരണമെങ്കിൽ 2 മാസം പിടിക്കും. അതൊരു രാത്രിയിൽ അല്പനേരം കൊണ്ട് പോയി വന്നു എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും അത് നല്ല ഉറച്ച വിശ്വാസികൾക്കല്ലാതെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ ബാക്കിയുള്ള ആളുകളൊക്കെ ഇത് എടുത്തു കാണിച്ച് എന്റെ ദൈവത്തിന്റെ മുമ്പിൽ ഇത് ഒരു തടസ്സമായി അവർ ഉന്നയിച്ച ആളുകളെ പിന്തിരിപ്പിക്കാൻ ഈ ഒരു കാര്യം അവർ ഉപയോഗപ്പെടുത്തുമോ ഇല്ലേ എന്നൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിച്ചില്ല. ഇതൊരു സത്യമാണ്, ഈ സത്യം ഞാൻ പറയുക തന്നെ ചെയ്യും. അതിന് ഒരാളെയും ഭയപ്പെടാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സത്യം ധീരമായി പറഞ്ഞു. അതാണ് നമുക്കതിൽ കിട്ടുന്ന പാഠം. അള്ളാഹുവിന്റെ ദീൻ, ഈ ഒരു ഹഖ് ആരെയും ഭയപ്പെടാതെ തുറന്നു പറഞ്ഞാൽ അള്ളാഹു നമുക്ക് സഹായിയായി ഉണ്ടാകും എന്നൊരു വലിയ പാഠം അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ്. അതിലൂടെ ലക്ഷ്യമാക്കുന്ന മറ്റൊരു കാര്യമുള്ളത് ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. ഇസ്രാ മിഅ്റാജിലൂടെ ലക്ഷ്യം വെക്കുന്ന മറ്റൊരു കാര്യം ശുദ്ധീകരണമാണ്. അഥവാ ഈ ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഒരു പലായനം, മദീനയിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പലായനം നടക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് അവിടെ പോയി ഇസ്ലാമികമായൊരു രാഷ്ട്രവും സംവിധാനവും ഉണ്ടാക്കണമെങ്കിൽ അതിന് കറകളഞ്ഞ ഈമാനും ആത്മാർത്ഥതയുമുള്ള ആളുകൾ ആവശ്യമാണ്. അതിന് ശുദ്ധീകരണം വേണം. അതില് പിന്നെ നെല്ലും പതിരും വേർതിരിക്കണം എന്ന് നമ്മൾ പറയുന്നത്. നെല്ലും പതിരും വേർതിരിക്കണം. ഇതിലെ കപടന്മാരാരാണ്, ആത്മാർത്ഥ വിശ്വാസികൾ ആരാണെന്ന് വേർതിരിക്കണം. അങ്ങനെ അവരെ വേർതിരിക്കുവാനുള്ള ഒരു പരീക്ഷണം കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ ഇസ്രാ മിഅ്റാജ്. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, കുറെ ആളുകൾ മുർത്തദ്ദായി പോയി എന്ന്. അപ്പൊ അവരൊക്കെ അതിൽ ഒഴിവാക്കി കടഞ്ഞെടുത്ത ശുദ്ധ വിശ്വാസികളെ കൊണ്ട് മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലായനം ചെയ്യുന്നതും മദീനയിൽ ചെറുതെങ്കിലും ഒരു ഭരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ നാട്ടിൽ പലപ്പോഴും ആളുകൾ പറയാറുണ്ട് ബുദ്ധിക്കെതിരായത് സ്വീകരിക്കാൻ പറ്റില്ല. അത് ഇസ്രാ മിഅ്റാജിന്റെ ചരിത്രം പഠിച്ചാൽ പൊളിയും. ഇവിടെ ഉണ്ട്, ഒരു 2 മാസം യാത്ര ചെയ്താൽ എത്താവുന്ന ദൂരം ഒരൊറ്റ രാത്രിയിൽ അല്പസമയം കൊണ്ട് പോയി വന്നു എന്ന് പറയുന്നത് അന്നത്തെ ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല. എന്നിട്ടും സ്വഹാബത്ത് അത് വിശ്വസിച്ചു. ഞാൻ ഇന്ന് ഖുത്ബയിൽ പറഞ്ഞതുപോലെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഈ ഇസ്രാ മിഅ്റാജിനെ കുറിച്ചുള്ള വിവരം കേൾക്കുന്നത് ശത്രുക്കൾ പറഞ്ഞിട്ടാണ്. ശത്രുക്കൾ വന്നിട്ട്, അവർക്ക് വേറെ ദുരുദ്ദേശം ഉണ്ടായിരുന്നു. അവർ വന്നിട്ട് പറയുന്നത്, ഇങ്ങനെ കഴിഞ്ഞ രാത്രിയിൽ നിന്റെ ആള് മുഹമ്മദ് 7 ആകാശത്തേക്ക് ബൈത്തുൽ മുഖദ്ദസിലേക്കൊക്കെ പോയി തിരിച്ചു വന്നു എന്നാണ് പറയുന്നത്. നീ അത് വിശ്വസിക്കുന്നുണ്ടോ
അപ്പൊ അവർ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ് ഞാൻ എന്നാലേ ഞാൻ അതിനോട് സലാം പറഞ്ഞു പോരുകയാണെന്നാണ് അവർ വിശ്വസിച്ചത്. പക്ഷേ മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം പോയിട്ടുണ്ടാവും. ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടെ നിന്ന് അങ്ങോട്ട് അല്ലാഹു ഉദ്ദേശിച്ചിടം വരെ അദ്ദേഹം പോയി എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അത് പോകാതെ പറയില്ല, പോയിട്ടാണ് പറയണത്. അതുകൊണ്ട് ഞാനത് അപ്പടി വിശ്വസിക്കുന്നു എന്ന് അബൂബക്കർ റളിയല്ലാഹു തആല അവിടെ വെച്ച് തന്നെ പ്രഖ്യാപിച്ചു. പിന്നീടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്കൊക്കെ വരുന്നത്. അന്ന് മുതൽക്കാണ് അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന പേര് കിട്ടിയത്. പരമ സത്യസന്ധൻ എന്ന പേര് അദ്ദേഹത്തിന് കിട്ടിയത് അന്നു മുതൽക്കാണ്. സമാനമായ സംഭവങ്ങൾ വേറെയും കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിനോട് ചേർത്ത് നമ്മൾ വായിക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പശു സംസാരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബുഖാരിയിൽ മുസ്ലിമിലൊക്കെ വന്നിട്ടുള്ള ഒരു ഹദീസാണ്. പശു സംസാരിക്കും. ഒരു ആള് പശുവിന്റെ പുറത്ത് കയറി അതിന് സവാരി ചെയ്യുകയാണ്. അപ്പൊ പശു ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് പറയുമല്ലോ, നിങ്ങൾക്ക് യാത്ര ചെയ്യാനല്ല അല്ലാഹു തആല ഞങ്ങളെ പടച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ ഉപയോഗിക്കാം, പാൽ ഉപയോഗിക്കാം, അല്ലാതെ നിങ്ങൾക്കൊരു വാഹന മൃഗമായി ഉപയോഗിക്കാനല്ല ഞങ്ങൾ അല്ല പടച്ചിട്ടുള്ളത് എന്നൊരു പശു സംസാരിക്കുമെന്നൊരു ഹദീദുണ്ട്. സ്വഹീഹ് ഹദീദാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീദാണ്. എന്നിട്ട് റസൂൽ പറയുന്ന കാര്യമാണ് ഏറ്റവും അത്ഭുതം. റസൂൽ പറയാണ്, ഞാനത് വിശ്വസിക്കുന്നുണ്ട്. ഏത്? ഈ പശു സംസാരിക്കുന്നുള്ളത് എനിക്ക് വിശ്വാസമുണ്ട്. അബൂബക്കറും ഉമറും റളിയല്ലാഹു തആല അൻഹുമ അവർക്ക് രണ്ടുപേർക്കും വിശ്വാസമുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ഹദീസിൽ കാണുന്നത് ഇത് പറയുന്ന സദസ്സിൽ ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നില്ല. ഇത് നബി പറയുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവോടല്ല, ഉമർ റളിയല്ലാഹു അൻഹുവോടല്ല. അപ്പൊ അവരവിടെ ഇല്ലെങ്കിൽ പോലും റസൂൽ പറഞ്ഞ അവർക്കത് വിശ്വാസം ഉണ്ടാവും. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി, അവർക്ക് വിശ്വാസം ഉണ്ടാവും. പത്ര കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ആളാണ് ഈ പ്രവാചകന്റെ സ്വഹാബത്ത്. ഇസ്രാ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. പിന്നീട് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമുള്ളത് ബൈത്തുൽ മുഖദ്ദസ്, അത് ഇസ്രാവുമായി മിറാജുമായി രണ്ടുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് അതിനോട് അവരുടേതായ ഒരു വിശ്വാസതലത്തിലുള്ളൊരു ബന്ധം അതിനോട് ഉണ്ട്. ആ ബൈത്തുൽ മുഖദ്ദസ് നിങ്ങൾ മോചിപ്പിക്കണം. റസൂലുള്ളാഹിയുടെ കാലത്ത് മുസ്ലിങ്ങളുടെ കയ്യിലല്ല, അത് മോചിപ്പിക്കണമെന്നൊരു സന്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ഇസ്രാ മിഅ്റാജിലൂടെ അവർക്ക് നൽകിയിട്ടുണ്ട് എന്നാണ്. അതാണ് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത്, ഭരണകാലത്ത് ആ ഒരു ലക്ഷ്യം മുസ്ലിങ്ങൾ നേടിയെടുത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം, അഥവാ ബൈത്തുൽ മുഖദ്ദസ് നിങ്ങൾ മോചിപ്പിച്ചെടുക്കണമെന്ന് നൽകിയിട്ടുള്ള ഈ സന്ദേശം മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്ത് അത് സാക്ഷാത്കൃതമായിട്ടുണ്ട്. 5 നൂറ്റാണ്ട് കാലം പിന്നെ അത് മുസ്ലിങ്ങളുടെ കയ്യിൽ തന്നെയായിരുന്നു. പിന്നെ കുരിശ് യോദ്ധാക്കളാണ്, പിന്നീട് അത് ശത്രുക്കളുടെ കയ്യിലായി. പിന്നീട് മഹാനായ സ്വലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കാലത്ത് ഈ ക്രൈസ്തവ കുരിശ് യോദ്ധാക്കളിൽ നിന്ന് മുസ്ലിങ്ങൾ അത് മോചിപ്പിച്ചെടുത്തിട്ടുണ്ട്. സ്വലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ലയുടെ കാലത്ത്. അപ്പൊ അതിന്റെ മുന്നോടിയായി അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ കൂടി ഇസ്രാ മിഅ്റാജിനെ കുറിച്ചുള്ള ചരിത്ര വിവരണ വേളയിൽ പണ്ഡിതന്മാർ പറയാറുണ്ട്. എങ്ങനെയാണ് സ്വലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ലാഹ് ഈ ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിച്ചെടുത്തത്? അതിന് അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യം, ആദ്യം അദ്ദേഹം ജനങ്ങളുടെ വിശ്വാസം സംസ്കരിച്ചു. അവരുടെ വിശ്വാസത്തിൽ കടന്നുകൂടിയിട്ടുള്ള പല പാകപ്പിഴവുകളും അദ്ദേഹം തിരുത്തി ആളുകളെ ശുദ്ധ മുവഹിദുകളാക്കി മാറ്റി. നല്ല തസ്കിയത്ത് കൊടുത്തു. സ്വലാഹുദ്ദീൻ
സലാഹുദ്ദീൻ അൽ അയ്യൂബി റഹിമഹുല്ലാ അദ്ദേഹം ചെയ്തത് ആളുകളെ ശുദ്ധമായ തൗഹീദിലേക്ക് കൊണ്ടുവന്നു. അവർക്ക് പൂർണ്ണമായ തസ്കിയത്ത് നൽകി. അവരെ രാത്രി നമസ്കാരം നിർവഹിക്കാൻ പ്രേരിപ്പിച്ചു. ഖിയാമുൽ ലൈലൊക്കെ നിർവഹിക്കാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുകയും അതിൽ നിഷ്ഠ പുലർത്താൻ അവരോട് കൽപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ പരിപൂർണമായും അള്ളാഹുമായുള്ള ഒരു സുദൃഢ ബന്ധം സ്ഥാപിച്ചുകൊണ്ടാണ് ശത്രുക്കളുടെ പക്ഷത്തിൽ നിന്ന്, അവിടെ കൈക്കൽ നിന്ന് ഈ ബൈത്തുൽ മുഖദ്ദസ് അദ്ദേഹം മോചിപ്പിച്ചെടുത്തത് എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ മലയാള പല കൃതികളിലും ഈ സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുള്ളയുടെ ചരിത്രം പറയുന്ന കൃതികളുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് എടുത്ത് നമ്മൾ വായിച്ച് പഠിക്കുന്നത് നല്ലതാണ്. അങ്ങനെയാണ് അദ്ദേഹം അത് മോചിപ്പിച്ചത് എന്ന് കാണാൻ പറ്റും. ഇവിടെ ഈ ചരിത്രം പറയുന്ന കൂട്ടത്തിൽ പണ്ഡിതന്മാർ വളരെ ഗൗരവപൂർവം ഉദ്ധരിക്കുന്ന ഇസ്രാ മിഅ്റാജിന്റെ ചരിത്രം പറയുന്ന കൂട്ടത്തിൽ നമ്മൾ ഇക്കാലത്ത് ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി പണ്ഡിതന്മാർ പറയുന്നത്, ഇന്ന് അത് ജൂതന്മാരുടെ പക്കലാണ്. അത് നമുക്ക് വേറെ വിഷയമായിട്ട് തന്നെ പറയാം. ഇതിന്റെ തുടർച്ച നിലനിൽക്ക് നമുക്ക് അടുത്ത ചരിത്ര പഠന ക്ലാസ്സിൽ ഇസ്രാ മിഅ്റാജുമായി ബന്ധപ്പെട്ട് വേറെ ചില കാര്യങ്ങൾ പറയാനുള്ളത് ഈ ഒരു ക്ലാസ് കൊണ്ട് അവസാനിക്കില്ല. അത് വഴിയെ നമുക്ക് പറയാം. ജൂതന്മാരുടെ പക്കലാണ് ഇന്ന് അതുള്ളത്. ഫിലസ്തീൻ, ഗസ ഒക്കെ ജൂതന്മാർ അവരുടെ കീഴിൽ കൊണ്ടുവരാനുള്ള തീവ്രമായ ശ്രമങ്ങളാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് ഫിലസ്തീനിൽ ഒതുങ്ങുകയില്ല എന്നാണ് ജൂതന്മാർ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ചില പ്ലാൻ വ്യക്തമാക്കുന്നത്. അവർ തന്നെ എഴുതി രേഖപ്പെടുത്തി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു കാര്യം, അവരുടെ രാജ്യത്തിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് ഫിലസ്തീൻ മാത്രമല്ല, ജസീറത്തുൽ അറബ്, അറബ് രാജ്യം മൊത്തം, അതുപോലെ ജോർദാൻ, സിറിയ, ഈജിപ്ത്, ഇറാഖ്, യമൻ, കുവൈത്ത്, ഇതൊക്കെ അവരുടെ ലിസ്റ്റിലെ സ്ഥലങ്ങളാണ്. അപ്പൊ ചെറിയൊരു പ്രദേശം മാത്രമല്ല എന്നർത്ഥം. അതിനുള്ള പണികൾ, അതൊക്കെ പ്ലാൻ അവിടെ പക്കൽ കൃത്യമായി ഇത്ര വർഷം കൊണ്ട് ഞങ്ങളത് നടപ്പാക്കും എന്നൊരു പ്ലാൻ വരെ അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് അവരുടെ തന്നെ രേഖകൾ ഉദ്ധരിച്ച് മുസ്ലിം പണ്ഡിതന്മാർ നമ്മളോട് ശ്രദ്ധിക്കാൻ, നമ്മൾ ഓരോരുത്തരും അതിൽ വിശ്വാസപരമായി നമ്മൾ വളരുകയും അത്തരത്തിലൊരവസ്ഥ സംജാതമാകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ഗൗരവപൂർവം കാര്യങ്ങൾ പരിഗണിക്കണമെന്നൊക്കെ ഈ കൂട്ടത്തിൽ അവർ എടുത്തുദ്ധരിച്ചതായി നമുക്ക് കാണാൻ പറ്റും. ഞാനിവിടെ പറഞ്ഞിട്ടുള്ള ഇസ്രാ മിഅ്റാജുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്നുകൂടെ പറഞ്ഞ ശേഷം അതിലേറെ കൂടുതലായി നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്ന് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഉണ്ട്. അതുകൂടെ പറഞ്ഞ് ഇന്ന് നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. ഒന്ന്, ഇസ്രാ മിഅ്റാജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ ഒരു ലക്ഷ്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസം നൽകലാണ്. രണ്ട്, ഒരു ഇസ്ലാമികമായ രാജ്യം പടുത്തുയർത്തലിന്റെ ആവശ്യകത വന്നിട്ടുണ്ടോ, അഥവാ മദീനയിൽ ഒരു യസ്രിബിൽ ഒരു രാഷ്ട്രം വളർന്നു വരേണ്ടതുണ്ട്. അതിന് ശുദ്ധമായ വിശ്വാസികൾ, ശുദ്ധീകരിക്കപ്പെട്ട വിമലീകരിക്കപ്പെട്ട ഒരു ഉമ്മത്ത് ഉണ്ടാകേണ്ടതുണ്ട്. അതിനു വേണ്ടി കൂടിയാണ് മൂന്നാമത്തെ പാഠം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യം തുറന്നു പറയാനുള്ള അസാമാന്യമായ ധീരതയാണ്. സത്യം തുറന്നു പറയുന്നതിൽ ഒട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരെയും ഭയപ്പെട്ടിട്ടില്ല. അത് നമ്മുടെ പരിമിതമായ ബുദ്ധിക്ക് എതിരാകുമോ ഇല്ലേ എന്ന പരിഗണനയൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടില്ല. പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാൻ, ഇസ്ലാം എന്ന് പറയുന്നത് ഇത് പ്രകൃതിയോട് സമരസപ്പെട്ടു പോകുന്ന മതമാണ്. ബൈത്തുൽ മുഖദ്ദസും മുസ്ലിങ്ങളും തമ്മിൽ വിശ്വാസപരമായൊരു ബന്ധമുണ്ട്. ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിച്ചെടുക്കുക എന്നുള്ളത് മുസ്ലിങ്ങളുടെ ബാധ്യതയും കടമയുമാണ്. ആ കടമയാണ് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്ത് നിർവഹിക്കപ്പെട്ടതും പിന്നീട് ഒരു 5 നൂറ്റാണ്ട് കാലം അത് മുസ്ലിങ്ങളുടെ കയ്യിലാക്കുകയും പിന്നെയും ശത്രുക്കൾ അത് കൈക്കലാക്കുകയും പിന്നെ കുരിശ് യോദ്ധാക്കളുടെ പക്കൽ നിന്ന് മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ല ജനങ്ങളെ വിശ്വാസപരമായും അവരെ സുന്നത്തുകളോട് അടുപ്പിക്കുകയും സുന്നത്തിനോട് പ്രതിബദ്ധത പുലർത്തുന്ന ഒരു ജനതയായി അവരെ വളർത്തിക്കൊണ്ടുവന്ന്
അതിലൂടെ ആ കുരിശ് യോദ്ധാക്കളെ പരാജയപ്പെടുത്തി കുരിശിന്റെ ഈ ബൈത്തുൽ മുഖദ്ദസിന്റെ രണ്ടാം വിമോചനം അതിലൂടെ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെയുള്ള പ്രധാന പാഠങ്ങൾ നമുക്കതിൽ നിന്ന് കാണാൻ പറ്റും. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജിന്റെ രാത്രിയിൽ കണ്ടിട്ടുള്ള, അത് അവസാനത്തേക്ക് നീട്ടിവെച്ചത് നമ്മള് ഈ കാര്യം ഒന്നുകൂടെ ഗൗരവമായി ശ്രദ്ധിക്കാനാണ്. മിഅ്റാജിന്റെ രാവിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഗൗരവപൂർവ്വം നമ്മൾ ചിന്തിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ പോകുമ്പോ ചില ആളുകൾ റസൂലുള്ളാഹ കണ്ടു. അവർക്ക് ചെമ്പിന്റെ നഖങ്ങളുണ്ട്. ചില ആളുകൾ റസൂലുള്ളാഹി മിഅ്റാജിന്റെ രാത്രിയിൽ കണ്ടു. അവർക്ക് ചെമ്പിന്റെ നഖങ്ങൾ. ആ നഖം കൊണ്ട് സ്വന്തം മുഖവും നെഞ്ചിടവും അവരിങ്ങനെ മാന്തിപ്പൊളിക്കും. സ്വന്തം മുഖവും അവരുടെ നെഞ്ചിടവും ഈ ചെമ്പിന്റെ നഖം ഉപയോഗിച്ച് ഇങ്ങനെ മാന്തിപ്പൊളിക്കുന്നത് അങ്ങനൊരു വിഭാഗം ആളുകളെ റസൂലുള്ളാഹി കണ്ടു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനോട് ചോദിച്ചു, ജിബ്രീൽ, ആരാണിവർ? ഇത്രയും മാരകമായ ശിക്ഷ അനുഭവിക്കുന്ന ഈ ആളുകൾ ആരാണ് എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ മറുപടി ഇതാണ്: ഹാഉലാഹില്ലദീന യഅ്കുലൂന ലുഹൂമൻ നാസ് വയഖഊന ഫീ അഗ്റാദിഹിം. ഇത് ജനങ്ങളുടെ മാംസം തിന്നിരുന്ന ആളുകളാണ്. ജനങ്ങളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചിരുന്ന ആളാണ്. മാംസം തിന്നാണ്, കൊന്നു തിന്നാന്നല്ല ഈ ഗീബത്ത് പറയാം ഉദ്ദേശം. മറ്റുള്ളവരുടെ ഗീബത്ത്, കുറ്റവും കുറവും ഒക്കെ പറഞ്ഞ് പരത്തി അത് പറഞ്ഞ് പണം നടക്കുക. അങ്ങനെയുള്ള ആളുകൾക്ക് കിട്ടുന്ന ശിക്ഷയാണിത്. സ്വന്തം മുഖം ചെമ്പിന്റെ നഖം കൊണ്ട് മുഖവും മാറിടവും ഇങ്ങനെ മാന്തി പിളർത്തുക. അത് മാന്തി പിളരും, പിന്നെയും പഴയ പോലെയാകും, പിന്നെയും മാന്തും, പിന്നെയും പഴയ പോലെയാകും. ഈ ഒരു ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ ഇഹലോകത്ത് വെച്ച് ചെയ്ത തിന്മ അവർ ജനങ്ങളുടെ കുറ്റവും കുറവും ഗീബത്തും നമീമത്തും ഒക്കെ പറഞ്ഞ് നടന്നിരുന്ന ആളുകളാണ് എന്നാണ്. അതേപോലെ വേറൊരു ശിക്ഷ പറയുന്നത്, നമ്മുടെ ഈ ചൂണ്ടന്റെ ഈ രണ്ടറ്റുണ്ടല്ലോ, ഇതിങ്ങനെ പിളർന്നിട്ട് ഇങ്ങോട്ട് പിരടിയിലേക്ക് കൊണ്ടുപോകും. സ്വന്തം അവരെന്നെ ഇങ്ങനെ കൊണ്ടുപോകും. എന്നിട്ട് ഇത് പിന്നെയും പഴയ പോലെ എന്ത് ചെയ്യും, മടങ്ങും. ദൻപിടുത്തറ്റും കൊണ്ട് പിന്നെ പഴയ പോലെ ഇതിങ്ങനെ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇത് കളവ് പറയുന്ന ആളുകൾക്കുള്ളതാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ പറയുന്നു. വേറെ ചില ആളുകളെ കണ്ടത്, ചില ആളുകള് ഒരു ചോരപ്പുഴയിൽ ഇങ്ങനെ നീന്തും എന്നാണ്. ഒക്കെ സ്വഹീഹായ ഹദീസാണ്. റസൂലുള്ളാഹി കണ്ടുവന്നിട്ടാ പറഞ്ഞിരുന്നത്. ചോരപ്പുഴയിൽ ഇങ്ങനെ നീന്തി തളർന്ന് ഒരു കരയോട് അടുക്കുമ്പോ ഒരു കല്ല് വായിലേക്ക് ഇട്ടുകൊടുക്കും. അങ്ങനെ വീണ്ടും അത് നീന്താൻ തുടങ്ങും. വീണ്ടും അതങ്ങനെ നീന്തി പോകും. ക്ഷീണിച്ച അവശയാകുമ്പോ കരയിലേക്ക് വരും. വീണ്ടും ഈ കല്ല് വായിലേക്ക് ഇട്ട് കൊടുക്കും. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് റസൂലുള്ളാഹി ചോദിച്ചു, ആരാണിവർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ മറുപടി, ആക്കിലുർ റിബ, പലിശ തിന്നുന്ന ആളുകളാണ്. പലിശയുമായുള്ള ഇടപാട് നടത്തിയിരുന്ന ആളുകളാണ്. പലിശ തിന്നൽ മാത്രമല്ല, തിന്നുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തിന്നൽ മാത്രമല്ല, പലിശക്ക് കൊടുക്കുക, അത് വാങ്ങുക, അതിന് സാക്ഷി നിൽക്കുക, അത് എഴുതി വെക്കുക. ഇവരെല്ലാവരും തിന്മയിൽ തുല്യരാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ആക്കിലുർ റിബ വമൂക്കിലഹു വശാഹിദൈഹി, ഇവരൊക്കെ തിന്നുന്നവർ, തീറ്റിക്കുന്നവർ, അതിന് സാക്ഷി നിൽക്കുന്നവർ, എഴുതി വെക്കുന്നവർ, ഇവർക്കൊക്കെ ഈ തിന്മയിൽ തുല്യമായ ശിക്ഷയാണ് ഉണ്ടാകുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ നിങ്ങൾ പലിശ എന്നൊന്ന് പറഞ്ഞൊരു വിഷയമല്ലെന്ന് അല്ലെ. 5 കാശില്ലാതെ ഏത് സാധനം കടയിൽ നിന്ന് കിട്ടുന്ന പരസ്യങ്ങൾ എന്തേ പറയല്? അയ്യമ്മയോ 5 പൈസ വേണ്ട,
താനി പലിശയാണ്. അടവ് തെറ്റിയ കാണാൻ സ്വഭാവം മാറും. അത് നമ്മൾ സാധനം വാങ്ങണവരെ ലോകയൊക്കെ ഉണ്ടാവുള്ളൂ. അത് പലിശയാണ്. വീട് വെക്കുന്ന ആളുകൾ, നമുക്ക് കയ്യിൽപ്പെട്ട വീട് വെച്ചാൽ മതി, ബാങ്കിൽ നിന്ന് പലിശ കാശെടുത്തൊന്നും വീട് വെക്കേണ്ട ആവശ്യമില്ല. വാഹനം പലിശയുടെ ഒരു ചെറിയ അടിയെങ്കിലും ഏൽക്കാത്തവർ വളരെ കുറവായിരുന്നു. അത്ര ആളുകൾക്ക് കിട്ടുന്ന ശിക്ഷയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. 7 മഹാപാപങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയിട്ടുള്ളത് ആക്കിലുർ റിബ, പലിശ തിന്നുന്നവൻ. അതൊക്കെ റസൂലുള്ളാഹി അതിന്റെ ശിക്ഷ നേർക്കുനേരെ കണ്ടുവന്നിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതാണ് കേട്ടോ അതിന്റെ ശിക്ഷ. അത് ഇസ്രാ മിഅ്റാജ് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാലേ നമ്മുടെ വിശ്വാസ കാര്യങ്ങള്, സ്വഭാവം, ആരാധന, സാമ്പത്തിക, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മിഅ്റാജിന്റെ ഈ സംഭവത്തിൽ കാണാം. വിശ്വാസവുമായി ബന്ധപ്പെട്ട നേരത്തെ പറഞ്ഞ അള്ളാഹുവിനെ കണ്ടോ ഇല്ലേ, സമ്പത്തുമായി ബന്ധപ്പെട്ടതാണ് ഈ പലിശയുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ജനങ്ങളുടെ അഭിമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ജനങ്ങളുടെ ഗീബത്ത് പറയുക, നമീമത്ത് പറയുക. അതവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന കാര്യവും ദുസ്വഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇങ്ങനെ എല്ലാം ഒരുപാട് അപകടങ്ങൾ ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ടും ആളുകൾക്ക്, നമുക്കൊന്നും അല്ലെങ്കിൽ ആളുകൾക്ക് ഇതൊന്നും കേട്ടിട്ട് ഒരു പേടിയില്ലാത്തൊരവസ്ഥയാണല്ലോ. ഇതൊക്കെ കേട്ട ചോരപ്പുഴ എന്ന് പറഞ്ഞാൽ തന്നെ പേടി. ചോരന്റെ പുഴയാണ്, അതിലാണ് നീന്തുന്നത്. അത് കേട്ടിട്ടും നമ്മുടെ മനസ്സിൽ പേടിയില്ലെങ്കിൽ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശഅ. പേടിയില്ലാത്ത മനസ്സിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. നബി നിരന്തരം പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥന, വലിയ ദീർഘമായ പ്രാർത്ഥനയുടെ ഒരു പദമാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹുവേ നിന്നെ പേടിക്കാത്തൊരു മനസ്സിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. എനിക്ക് വേണ്ടത് നിന്നെ പേടിച്ച് ജീവിക്കുന്ന ഒരു മനസ്സാണ് എന്നാണ് അതിന്റെ മറുവശം. മറ്റൊരു വിഭാഗം ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടുള്ളത് സ്വന്തം ചുണ്ടുകൾ കത്രികകൾ കൊണ്ട് മുറിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. സ്വന്തം ചുണ്ട് കത്രിക ഉപയോഗിച്ചിട്ട് അവരെന്നെ മുറിച്ചു കളയാം. അങ്ങനെ ഒരു വിഭാഗത്തെയും റസൂലുള്ളാഹി മിഅ്റാജിന്റെ രാവിൽ കണ്ടു. റസൂലുള്ളാഹി പറയാൻ, മറർതു ലൈലതൻ നുസ്രിയ ബി അലാ ഖൗമിൻ തുഖറദു ശിഫാഹുഹും ബിമഖാരീദ മിൻ നാർ. നരക തീന്റെ കത്രികയാണ്. തീന്റെ കത്രിക കൊണ്ടാണ് ചുണ്ടു മുറിക്കുന്നത്. തീ കൊണ്ടുള്ള കത്രിക കൊണ്ട് സ്വന്തം ചുണ്ടുകൾ മുറിച്ചു മാറ്റുന്ന ഒരു വിഭാഗം ആളുകളെ ഞാൻ കണ്ടു. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഞാൻ ചോദിച്ചു, മൻ ഹൗലായി, ആരാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഇവർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ മറുപടി, ഖുതബാഉ മിൻ അഹ്ലി ദുനിയ, പ്രാസംഗികരാണവർ. അഥവാ മിമ്മൻ ഖാനു യഅ്മുറൂന അന്നാസ് ബിൽ ബിർ വയൻസൗന അൻഫുസഹും വഹും യത്ലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ. അഥവാ പ്രാസംഗികരാണ് അവർ. ജനങ്ങളോട് നന്മ കൽപ്പിക്കും, തിന്മ വിരോധിക്കും, സ്വന്തം കാര്യത്തിൽ അത് പാലിക്കുകയുമില്ല. വഅള് പറയും, പക്ഷെ വഅളും അവന്റെ ജീവിതം ഒരു ബന്ധം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് മിഅ്റാജിന്റെ രാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ കാലത്ത് തന്നെ സ്വഹാബികൾ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ജീവിക്കുന്നത് പ്രാസംഗികർ കുറവും പണ്ഡിതന്മാർ കൂടുതലുമുള്ള ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. സ്വഹാബത്തിന്റെ കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞതാണ്. ഇന്ന് പണ്ഡിതന്മാർ ധാരാളമുണ്ട്, പ്രാസംഗികർ കുറവാണെന്ന്. അതിന്റെ മറുവശവും ഇനിയൊരു കാലം വരാനുണ്ട്, അന്ന് പ്രാസംഗികർ കൂടും, പണ്ഡിതന്മാർ കുറയും. പ്രസംഗം എന്ന് പറയുന്നതും പാണ്ഡിത്യം തന്നെ രണ്ടാണ്. പ്രസംഗിക്കാൻ പാണ്ഡിത്യമൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് 2 മണിക്കൂർ പ്രസംഗിക്കണമെങ്കിൽ എത്ര സമയം റെഫർ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പൊ തന്നെ റെഡിയാന്നാണ് ഒരാൾ. റെഫർ ചെയ്യൊന്നും വേണ്ട,
അതത്രേ ഉള്ളൂ. നേരെ മറിച്ച് വാഗ്മിയാകുക എന്ന് പറയുന്നതാണ് കഴിവ്. വാഗ്മിയാകാനാണ് കഴിവ് വേണ്ടത്. റസൂലുള്ള പ്രവാചകന്മാരൊക്കെ വാഗ്മികളാണ്, പ്രാസംഗികരല്ല. നബിന്റെ ഏറ്റവും വലിയ പ്രസംഗം എടുത്തു നോക്കി, അത് നമ്മൾ എഴുതാണ് ഒരു 20 വരെയൊക്കെ വരുള്ളൂ. ഹജ്ജത്തുൽ വദാഅ്, അതിൽ ഖുത്ബത്തുൽ വദാഅ്, വിടവാങ്ങൽ പ്രസംഗം, അതാണ് ഏറ്റവും വലിയ പ്രസംഗം. അത് നമ്മൾ നോട്ട്ബുക്കിൽ എഴുതാണെങ്കിൽ ഒരു പേജ് ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇപ്പൊ പ്രസംഗം തന്നെ മൈക്കെട്ടി പറയൽ മാത്രമല്ല കേട്ടോ, നമ്മൾ ആളുകളോട് ഉപദേശിക്കുന്നു. ആ ഉപദേശവും നമ്മുടെ ജീവിതമായിട്ട് ബന്ധമില്ലെങ്കിൽ അത്തരം ആളുകൾക്കൊക്കെ കിട്ടുന്ന ശിക്ഷയാണിത്. പ്രത്യേകിച്ച് ഇക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഗീബത്ത്, നമീമത്ത് എന്നൊക്കെ പറയുന്നത് കാലത്തെ വീട്ടിൽ നിന്നിട്ട് തന്നെ ഒരാളെ ഗീബത്തും നമീമത്തും ഒക്കെ പറഞ്ഞ് അത് കോടിക്കണക്കിന് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടല്ലോ. നമ്മുടെ വിരൽ തുമ്പ് മതി, എത്ര ആളുകൾക്ക് വേണമെങ്കിലും ഇതെത്തിക്കാം. കുടുംബ ബന്ധങ്ങൾ തകരാം, അങ്ങനെ സുഹൃത്ത് ബന്ധങ്ങൾ തകരാം, മാതാപിതാക്കളും മക്കളും തമ്മിലെ ബന്ധം വഷളാകാം, ഇങ്ങനെ പലതുമുണ്ട്. അതുകൊണ്ട് ഗീബത്ത് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. മെഹറാജിന്റെ രാത്രി റസൂലുള്ള കണ്ട് അതിന്റെ ഗൗരവം റസൂലുള്ള കണ്ട് മനസ്സിലാക്കി അത് നമ്മോട് വന്ന് പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും ഗൗരവമുള്ള വിഷയമാണ് എന്ന് റസൂലുള്ളയുടെ ഈ വചനങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാം. 2 തവണ പിന്നെ റസൂലുള്ള കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ കൂടെയുണ്ട്. അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനെയാണ്. ജിബ്രീലിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ സാക്ഷാൽ രൂപത്തിൽ 2 തവണയാണ് കണ്ടിട്ടുള്ളത്. ബാക്കിയൊക്കെ മനുഷ്യരൂപത്തിൽ വന്ന് കണ്ടിട്ടുണ്ട്. അതല്ലാതെ ജിബ്രീലിന്റെ രൂപം ഉണ്ടാവുമല്ലോ, സാക്ഷാൽ രൂപം, ആ രൂപത്തിൽ റസൂലുള്ള ആകെ 2 തവണയാണ് കണ്ടിട്ടുള്ളത്. ഒന്ന് വഹയുമായി ആദ്യമായി വരുമ്പോ, അത് ഇമാം ബുഖാരി റഹിമഹുള്ളയുടെ സ്വഹീഹിലുണ്ട്. മറ്റൊന്ന് മിഅ്റാജിന്റെ രാവിലാണ്. എന്താ ഈ സാക്ഷാൽ രൂപം എന്ന് പറയുന്നത്? സാക്ഷാൽ രൂപം എന്ന് പറയുന്ന 600 ചിറക്, 600 ചിറകാണ് ജിബ്രീലിനുള്ളത്. ഇമാം ബുഖാരി റഹിമഹുള്ള റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, ജിബ്രീലിനെ സാക്ഷാൽ രൂപത്തിൽ റസൂലുള്ള കണ്ടിട്ടുള്ളത് 2 തവണയാണ്. 600 ചിറകുകളോട് കൂടിയാണ് ജിബ്രീലിനെ കണ്ടത് എന്ന് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അതിൽ നബിയുടെ ധൈര്യവും സ്ഥൈര്യവും അന്ന് മനസ്സിലാവും. നമ്മളൊക്കെ കണ്ട അല്ലെ, നമ്മളൊക്കെ അത്ര ഒരു സൃഷ്ടിനെ കണ്ട എന്തായിരിക്കും അവസ്ഥ? അപ്പൊ റസൂലുള്ളാഹിക്ക് അത്ര കണ്ട് ധൈര്യമുള്ള ആളാണ്, സ്ഥൈര്യമുള്ള ആളാണ്. പിന്നെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, സ്വർഗം കണ്ടിട്ടുണ്ട്. സ്വർഗമൊക്കെ അല്ലാഹു തആല കാണിച്ചു കൊടുത്തിട്ടുണ്ട്, നരകവും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സ്വർഗവും നരകവും ഈ പറഞ്ഞ പോലെ 2 തവണ റസൂലുള്ള കണ്ടിട്ടുണ്ട്. ഒന്ന് മിഅ്റാജിന്റെ രാവിൽ കണ്ടിട്ടുണ്ട്, 2 ഇഹലോകത്ത് വെച്ച് അല്ലാഹ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഗ്രഹണ നമസ്കാരം നിർവഹിക്കുമ്പോൾ റസൂലുള്ളാഹി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കുറച്ച് മുന്നോട്ട് കയറിയിരുന്നു, എന്തോ ഒരു ആവേശത്തോടു കൂടി മുന്നോട്ട് പോകുന്നത് പോലെ. അതേ റസൂലിനെ പേടിച്ചിട്ട് പിന്നോട്ട് മാറി. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, ഇതെന്തേ? നിസ്കാരം കഴിഞ്ഞിട്ട് ചോദിച്ചു, ഇതെന്താണ്? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, എനിക്ക് അല്ലാഹു തആല സ്വർഗം കാണിച്ചു തന്നു, അപ്പൊ ഞാൻ മുന്നോട്ട് പോയി. നരകം കാണിച്ചു തന്നു, പേടിച്ച് പിന്മാറിയതാണ്. ഇത് 2ഉം, സ്വർഗവും നരകവും ഒക്കെ റസൂലുള്ളാഹി 2 തവണ കണ്ടുവന്നിട്ടാണ് നമ്മൾ പറയുന്നത് സ്വർഗമുണ്ട് നരകമുണ്ട് എന്നൊക്കെ നമ്മളോട് പറയുന്നത്. പത്ര കണ്ട് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജിന്റെ രാവിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം, ഉമർ റളിയല്ലാഹു അൻഹു, നമസ്കാരം പിന്നെ റസൂലുള്ളാഹി പറഞ്ഞ് അവസാനിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ കണ്ടിട്ടുള്ളത് ഉമർ റളിയല്ലാഹു അൻഹുവിന് സ്വർഗത്തിൽ ഒരു വീട്, ഒരു കൊട്ടാരം നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അത് നബി ഉമർ റളിയല്ലാഹു വന്ന് പറയുന്നുണ്ട്, താങ്കൾക്ക് അല്ലാഹു തആല സ്വർഗത്തിൽ നിർമ്മിച്ചു വെച്ചിട്ടുള്ള കൊട്ടാരം ഞാൻ കണ്ടു, പക്ഷെ ഞാനതിൽ കയറിയില്ലാന്ന്. കയറിയതെന്തുകൊണ്ട്? നിങ്ങളെ വീടല്ലേ, സമ്മതം പാടെ കയറാൻ, വേറെ ആളെ വീട്ടിൽ കയറാൻ പറ്റൂലല്ലോ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞു എന്നാണ്, എന്റെ വീട്ടിൽ കയറാൻ നിങ്ങൾക്ക് എന്തിനാണ് എന്റെ സമ്മതം എന്ന് ചോദിച്ചു ഉമർ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞിട്ടുണ്ട്. ഇത് സ്വർഗത്തിലൊരു വീട് ഉണ്ട് എന്ന് ഉറപ്പ് കിട്ടിയ ആളാണെങ്കിൽ പോലും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്ന ആളാണ്. സ്വർഗത്തിൽ വീട് വരെ ഉറപ്പാണ്. എങ്കിലും ഇപ്പൊ എന്തിനാ ഇബാദത്ത് ചെയ്യണമെന്നല്ല ചിന്തിക്കണം, പിന്നെയും ഇബാദത്ത് വർദ്ധിപ്പിക്കുക ചെയ്യുന്നത്.
പിന്നെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ പറഞ്ഞു, സ്വർഗത്തിൽ അങ്ങയുടെ കാലൊച്ച ഞാൻ കേട്ടല്ലോ, എന്ത് പുണ്യകർമ്മമാണ് നിങ്ങൾ ചെയ്തിരുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ എപ്പോഴും ഉണ്ടാക്കലും 2 റക്അത്ത് നിസ്കരിക്കും. അത് വലിയ പ്രധാനമാണ്. നമ്മളൊന്നും ചെയ്യാറില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരു വിശ്വാസി കഴിയുന്ന അത്ര ഒതുവോടുകൂടി നടക്കണം. സ്കരിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, എപ്പോഴൊരു ഒതുണ്ടായിരിക്കുക എന്നുള്ളത് നല്ലതാണ്. ഒതുണ്ടാക്കിയ ഉടനെ ഒരു 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളതും പുണ്യമാണ്. അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി ഇതാണ്, ഞാൻ എപ്പോഴും ഒതുണ്ടാക്കിയാലും 2 റക്അത്ത് ഞാൻ നിസ്കരിക്കും. അതുകൊണ്ടായിരിക്കാം ഈ ഒരു പ്രതിഫലം. ഇങ്ങനെ മിറാജുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു 10-16 ഫായിദകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഒരു അനുബന്ധം എന്ന നിലക്ക് ബൈത്തുൽ മുഖദ്ദസും അതുമായി ജൂതന്മാരുടെയും മുസ്ലിങ്ങളുടെയും ബന്ധവും ഇന്ന് അവിടെ നടക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ ഒരു സംക്ഷിപ്തമായ വിവരണം ഇൻഷാ അല്ലാഹ് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.